നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ പരീക്ഷകൾ 20-ാം തീയതി ജൂൺ മാസം നടക്കാനായിട്ട് പോകുന്നുണ്ട് 2026. സോ ആ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ ഗണ്യമായിട്ടുള്ള കുറവ്, അപേക്ഷ പിന്തള്ളിയിരിക്കുകയാണ് അല്ലെങ്കിൽ അസാധുവായിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്നത് 1.68 ലക്ഷമായിരിക്കുമെന്ന് 68 ലക്ഷം പേരായിരിക്കും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അത്ര പേരാണ് മൊത്തത്തിൽ ഈ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പുരുഷ വനിതാ പോലീസ് കോൺസ്റ്റബിൾ അപേക്ഷകരിൽ 51,910 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല, അതായത് നമ്മൾ കൺഫർമേഷൻ കൊടുത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇവരുടെ അപേക്ഷകൾ PSC അസാധുവാക്കി. പുരുഷന്മാരിൽ ഏകദേശം 23,245 പേരുടെയും വനിതകളിൽ 28,665 പേരുടെയും അപേക്ഷകളാണ് അസാധുവാക്കിയത് എന്നിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7 ബറ്റാലിയനുകളിലായിട്ട് അതായത് ഡിഫറൻ്റ് ആയിട്ട് ആൺപിള്ളേർ, അതായത് ആൺകുട്ടികൾ അപേക്ഷിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് എത്ര പേര് ഇനി അപേക്ഷിക്കുന്നുണ്ട്, എത്ര പേരുടെ അസാധുവായി അപേക്ഷ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, KP1 എറണാകുളത്തേക്ക് ആകെ അപേക്ഷകർ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 13,147 പേര് വന്നിട്ടുള്ളതിൽ പരീക്ഷ എഴുതുന്നവർ 9,912 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അസാധുവായത് 3,235 പേരാണ്. അതുപോലെ തന്നെ അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരേക്ക് 12,702 പേരുള്ളതിൽ ഏകദേശം 9,463 പേരാണ് പരീക്ഷ എഴുതുന്നത്. 3,000 ചില്ലാരം പേരുടെ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട്, അതായത് അസാധുവായിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട 13,24 ഉള്ളത് ഏകദേശം 10,233 പേരായിരിക്കും പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. 2,791 പേരുടെ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട്. കാസർഗോഡ് 11,918 പേരായിരുന്നു പരീക്ഷ എഴുതാനായിട്ട് ആകെ അപേക്ഷകർ. 9,199 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്, കൺഫർമേഷൻ കൊടുത്തത്. ഇവരെല്ലാവരും വരണമെന്ന് നിർബന്ധമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 2,719 പേരുടെ അപേക്ഷയാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിൽ 9,744 പേരുണ്ടെങ്കിലും 7,684 പേര്, ഏറ്റവും കുറവാണ് കേട്ടോ ഇവിടെ, 7,684 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് വരുന്നവർ. 2,060 പേരുടെ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട്. തിരുവനന്തപുരം 18,874 പേരുണ്ടെങ്കിലും 14,411 പേര് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ റിജക്റ്റ് ആയ സ്ഥലങ്ങളിലൊന്നാണ് ഇത്. നമുക്ക് കാണാൻ സാധിക്കും 4,463 പേരാണ് റിജക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം കാണാൻ സാധിക്കും, ഏകദേശം 18,068 പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 13,330 പേര് മാത്രമേ പരീക്ഷ എഴുതാൻ വരുന്നുള്ളൂ. ഏകദേശം 4,738 ഫസ്റ്റ് റാങ്ക് ഇവിടെയും സെക്കൻഡ് റാങ്ക് ഇവിടെയാണ് വരുന്നത്, കൂടുതൽ അപേക്ഷകർ റിജക്റ്റ് ആയിട്ടുള്ളതിൽ. അപ്പോൾ ഏകദേശം 4,738 പേരുടെ അപേക്ഷകൾ റിജക്റ്റ് ആയിട്ടുണ്ട്. ആകെ അപേക്ഷകർ നോക്കുകയാണെങ്കിൽ 97,477 പേരായിരുന്നു ഉള്ളത്. അതിൽ 74,232 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അസാധുവായത് 23,245 പേരുടെയാണ് ആൺകുട്ടികളുടേത് അസാധുവായിട്ടുള്ളത്. ഇനി വനിതാ പോലീസിൻ്റെ നോക്കുകയാണെങ്കിൽ ആകെ അപേക്ഷകർ 1,23,129 പേരാണ്. പരീക്ഷ എഴുതാൻ പോകുന്നത് 94,464 പേരാണ്. 28,000-ൽ കൂടുതൽ പേർ, കൃത്യമായി പറയുകയാണെങ്കിൽ 28,665 പേരാണ് പരീക്ഷ അസാധുവായിട്ടുള്ളത്, പരീക്ഷ എഴുതാൻ പറ്റാതെ. ഇതൊക്കെ പരീക്ഷ എഴുതാൻ പറ്റാത്തവരുടെ കോളാണ്. അപ്പോൾ ഇത്രയും പേര് പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും പേരുടെ അസാധുവായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവർക്ക് കൺഫർമേഷൻ കൊടുത്തവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കാണ് കേട്ടോ, നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിലവിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിയുള്ള 10 ഡേയ്സ് സ്റ്റഡി സെക്ഷനും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, മുമ്പോട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.